പറയുന്നുണ്ട്. ഒരു ദിവസം കണ്ട കാഴ്ച ബാത്റൂമിൽ കയറി രണ്ടുപേരും ഈ മുറിയുടെ ബാത്റൂമിൽ കയറി രണ്ടുപേരും വാതിലടയ്ക്കുന്ന കാഴ്ചയും കണ്ടു എന്നും ഈ നടി മൊഴിയായി നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടവർ. അന്ന് അവർ വളരെ ഈ സംഭവത്തിന് ശേഷം അവർ ഏറെ ക്ഷീണിതയായിരുന്നു. മാനസികമായും ശാരീരികമായും അവർ ഏറെ അസ്വസ്ഥയായിരുന്നു. മെന്റൽ കണ്ടീഷനൊക്കെ വളരെ മോശമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ വളരെ സമയമെടുത്ത് അവരുടെ ഇത്തരത്തിലുള്ള വൈകാരിക തലങ്ങളൊക്കെ പരിഗണിച്ച് തന്നെയാണ് കോടതി മൊഴി രേഖപ്പെടുത്തിയത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ സംഭവം നടന്നതിന് ശേഷം 2 മാസത്തോളം താൻ സ്കോട്ട്ലൻഡിലായിരുന്നു എന്ന് അതിജീവിത മൊഴി നൽകിയിട്ടുണ്ട്. കാരണം തന്റെ ഒരു മാനസികതയിലേക്ക് ഒന്ന് മാറ്റാനും മെന്റലി ഒന്ന് പ്രിപ്പയർഡ് ആവാനും ഒക്കെ ആയിട്ട് അവർ സ്കോട്ട്ലൻഡ് എന്ന രാജ്യത്ത് 2 മാസത്തോളം താമസിക്കുന്ന ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ടായി. ഇവിടെ പ്രധാനമായി നമ്മൾ കാണേണ്ടത് മൊഴി പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ അതിജീവിത പറഞ്ഞു വെച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം തനിക്ക് ആകെയുള്ള ഒരു ശത്രു നടൻ ദിലീപാണ്. തന്നെ ശത്രുവായി കാണുന്ന ആളും നടൻ ദിലീപാണ് എന്നുള്ളതാണ്. കാരണം സിനിമാ ഇൻഡസ്ട്രിയിലോ മറ്റ് വ്യക്തിപരമായോ മറ്റേതെങ്കിലും സ്ഥലത്തോ തനിക്ക് ശത്രുക്കൾ ഇല്ലാത്ത ഒരാളാണ്. ഏക ശത്രു ദിലീപാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ സംഭവം നടന്നപ്പോൾ തന്നെ ആക്രമിച്ച ഈ സംഭവം നടന്നപ്പോൾ തന്നെ ഇതിന് പിന്നിൽ ദിലീപായിരുന്നു എന്നതിന് വ്യക്തമായ അറിവ് തനിക്കുണ്ടായിരുന്നു. അത്തരം ചില പരാമർശങ്ങൾ ഈ ആക്രമിച്ചവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ തന്നെ തനിക്ക് ഇക്കാര്യത്തിൽ ഒരു ബോധ്യമുണ്ടായിരുന്നു എന്ന് അതിജീവിത പറയുന്നുണ്ട്. ഇക്കാര്യം പിന്നീട് സഹോദരനോട് പങ്കുവെക്കുകയും മറ്റും ചെയ്തു. അതായത് ഇതിന്റെ പ്രധാന കാരണമായി തനിക്ക് മനസ്സിലായത് അന്ന് തന്നെ മഞ്ജു വാര്യരും ദിലീപുമായുള്ള വിവാഹബന്ധം തകർന്നതിന് പിന്നിൽ താനാണ് എന്നുള്ള ദിലീപിന്റെ തെറ്റിദ്ധാരണയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിശ്വാസമാണ് എന്ന കാര്യത്തിലും തനിക്ക് വളരെ കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു എന്ന് കോടതിയിൽ നടി മൊഴിയായി പറഞ്ഞു. പക്ഷേ ഈ സിനിമയിൽ വന്ന കാലം മുതൽ തന്നെ തനിക്ക് ദിലീപും കാവ്യയുമായുള്ള ബന്ധം അറിയാം. ഇത് സിനിമാ രംഗത്ത് പാട്ടാണ് ഈ ബന്ധം. സിനിമയിൽ ഈ ബന്ധം അറിയാത്തവരായി ആരുമില്ല എന്നും അതിജീവിത വളരെ കൃത്യമായി തന്നെ കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ സിനിമയിൽ താൻ വന്ന സമയം മുതൽ തന്നെ താൻ 7-8 സിനിമകൾ ഈ നടനൊപ്പം അഭിനയിച്ചിട്ടുണ്ട്, ദിലീപിനൊപ്പം അഭിനയിച്ചിട്ടുണ്ട്. ദിലീപുമായി വളരെ അടുത്ത ബന്ധമുള്ള, വ്യക്തിപരമായി വളരെ അടുത്ത ബന്ധമുള്ള ആളുകളിൽ ഒരാളായിരുന്നു താൻ. ആ ബന്ധത്തിന്റെ പുറത്ത് 8ഓളം സിനിമകളിൽ ദിലീപിന്റെ നായികയായി, ആ സിനിമകളിൽ പലതും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുകളുമായിരുന്നു. അത്തരം സിനിമകളുടെയൊക്കെ ഭാഗമാകാൻ തനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ആ സമയം മുതൽ തന്നെ, തുടക്കം മുതൽ തന്നെ കാവ്യ മാധവനും ദിലീപുമായുള്ള ബന്ധം തനിക്കറിയാം. തനിക്ക് മാത്രമല്ല സിനിമാ രംഗത്തെ എല്ലാവർക്കും അറിയാം എന്ന് അതിജീവിത കോടതിയെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതായത് അതിനുശേഷം 2010 ശേഷം നിരവധിയായ സ്റ്റേജ് ഷോകൾ ദിലീപുമൊത്ത് താൻ നടത്തിയിരുന്നു. അത് അമേരിക്കൻ ഷോ ഉണ്ടായിരുന്നു, മറ്റു രാജ്യങ്ങളിൽ ഗൾഫ് ഷോകൾ ഉണ്ടായിരുന്നു. അങ്ങനെ പല രാജ്യങ്ങളിലായി നിരവധിയായ ഷോകൾ തന്നെ കൂടെ ദിലീപ് വിളിച്ചിരുന്നു. കാരണം ആ അടുപ്പം നിലനിന്നുകൊണ്ട് തന്നെയാണ് അത്തരം ഷോകളുടെ ഭാഗമാകാൻ ദിലീപ് തയ്യാറായിരുന്നത്. താൻ മാത്രമല്ല, ദിലീപിനൊപ്പം അന്ന് നായികമാരായി അഭിനയിച്ചിരുന്ന നടിമാരുണ്ട്. ഏതാണ്ട് 5ഓളം ആളുകൾ, താനല്ലാതെ മൊത്തം 6 പേരാണ്, 5ഓളം ആളുകൾ കൂടിയുണ്ട്. ഇവരൊക്കെ ചേർന്നുള്ള സ്റ്റേജ് ഷോകൾ ഇത്തരം രാജ്യങ്ങളിലൊക്കെ വലിയ ഹിറ്റുകളായിരുന്നു. അതിന്റെ ഭാഗമാകാൻ താനും എത്തിയിരുന്നു എന്നുള്ളതാണ്. അവിടെ ഈ 2011-10 അമേരിക്കൻ സ്റ്റേജ് ഷോ ആണ് ഇതിൽ ഏറ്റവും ട്വിസ്റ്റായി വളരെ പ്രധാനപ്പെട്ട ഒന്നായി ഈ നടി കോടതിയെ അറിയിച്ചു. അവിടെ നാദിർഷ, ദിലീപ്, കാവ്യ, ഭാമ, ഒപ്പം കാവ്യയുടെ അമ്മ എന്നിവർ ഈ സ്റ്റേജ് ഷോയുടെ ഭാഗമായി 30 ദിവസത്തോളം അമേരിക്കയിൽ ഉണ്ടായിരുന്നു. ഒപ്പം റിമി ടോമിയും ഈ സ്റ്റേജ് ഷോയുടെ ഭാഗമായിരുന്നു. കാവ്യ മാധവനും റിമി ടോമിയും സ്ഥിരമായി തന്റെ മുറിയിലെത്തുകയും താനുമായി വളരെ അടുത്ത സൗഹൃദം പുലർത്തുകയും ചെയ്ത 2 പേരാണ്. അവർ സ്ഥിരമായി തന്റെ മുറിയിലെത്തുമായിരുന്നു. ഒരു ദിവസം ഈ 2 പേര് കൂടി, അതായത് ദിലീപും കാവ്യ മാധവനും കൂടി മുറിയിലേക്ക് വന്നപ്പോൾ തങ്ങൾ 2 പേരും ഈ മുറി വിട്ടുപോയി. സാധാരണ അങ്ങനെ ഒരു പതിവുണ്ട് എന്നാണ് പറയുന്നത്. കാരണം ഇവരുടെ അടുപ്പം അറിയാവുന്നതുകൊണ്ട് ഇവർ 2 പേരും മുറിയിലേക്ക് വന്നാൽ തങ്ങൾ മുറി വിട്ടുപോയി എന്നുള്ളത് പറയുന്നുണ്ട്. ഒരു ദിവസം കണ്ട കാഴ്ച ബാത്റൂമിൽ കയറി രണ്ടുപേരും, ഈ മുറിയുടെ ബാത്റൂമിൽ കയറി രണ്ടുപേരും വാതിലടയ്ക്കുന്ന കാഴ്ചയും കണ്ടു എന്നും ഈ നടി മൊഴിയായി നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. പിന്നീട് ഇവർ ഷോ എല്ലാം കഴിഞ്ഞ് നാട്ടിലെത്തുന്നു. തുടർന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മഞ്ജു വാര്യർ തന്നോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയുന്നത്. അന്ന് ഗീതു മോഹൻദാസും മഞ്ജു വാര്യരും ഒപ്പം സംയുക്ത വർമ്മയും, ഇവരൊക്കെ നമുക്കറിയാം ഈ കേസുമായി ബന്ധപ്പെട്ട പ്രോസിക്യൂഷന്റെ സാക്ഷികളാണ്. സംയുക്ത വർമ്മയുമാണ് തന്റെ വീട്ടിലേക്ക് വരികയും മഞ്ജു വാര്യർ കാവ്യ മാധവൻ അയച്ച മെസ്സേജ്, ദിലീപിന്റെ പഴയ ഫോണിൽ നിന്ന് കാവ്യ മാധവൻ അയച്ച മെസ്സേജ് തന്നെ കാണിക്കുകയും ചെയ്തത്. തുടർന്ന് ആദ്യഘട്ടത്തിലൊക്കെ താൻ കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായില്ല, അല്പം ഒഴിഞ്ഞു മാറി, അല്ലെങ്കിൽ ഒരു വൈകാരികമായ രീതിയിലൊക്കെ തനിക്ക് ഇത് കേട്ടപ്പോൾ എല്ലാം അറിയാമാണെങ്കിൽ പോലും ഈ വിഷയത്തിൽ തന്റെ കാര്യം എന്തിനാണ് ബോധ്യപ്പെടുത്തുന്നത് ചിന്തയൊക്കെ ആദ്യഘട്ടത്തിൽ വന്നു. പക്ഷേ തന്റെ പിതാവ്, തന്റെ അച്ഛൻ നിർബന്ധിച്ച പ്രകാരമാണ് ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി മഞ്ജുവിനോട് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. ഈ മെസ്സേജ് കൂടി കാണിക്കുകയും മറ്റു ചില കാര്യങ്ങൾ ഇവരുടെ ബന്ധവുമായി സംബന്ധിച്ച മറ്റു ചില കാര്യങ്ങൾ കൂടി പറയുകയും ചെയ്തപ്പോഴേക്കും തനിക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ലാതായി. അപ്പോൾ കാര്യങ്ങൾ മുഴുവൻ മഞ്ജു വാര്യരോട് തുറന്നു പറയേണ്ടി വന്നു എന്നാണ് നടി പറയുന്നത്. പിന്നീട് 2012 ഒരു യൂറോപ്യൻ ട്രിപ്പ് വന്നു. അതും ദിലീപ് ഷോ എന്ന പേരിലുള്ള ദിലീപും നടിമാരും ചേർന്നുള്ള മറ്റ് സദസ്യ അടക്കമുള്ള മറ്റ് കലാകാരന്മാരും ഒക്കെ ഉണ്ട്, മിമിക്രി കലാകാരന്മാരും ഒക്കെ ഉണ്ട്. അവരൊക്കെ പങ്കെടുക്കുന്ന ഒരു സ്റ്റേജ് ഷോ യൂറോപ്യൻ ട്രിപ്പ് വന്നു. പക്ഷേ അതിൽ പങ്കെടുക്കാൻ തനിക്ക് താല്പര്യമില്ലായിരുന്നു. അതിന് പ്രധാന കാരണം ഈ വിഷയത്തിൽ താൻ മഞ്ജു വാര്യരോട് തുറന്നു പറഞ്ഞ പല കാര്യങ്ങളും ദിലീപ് അറിഞ്ഞിരിക്കാം എന്ന ശങ്ക കൊണ്ട് ആ ട്രിപ്പിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ നേരത്തെ കമ്മിറ്റ് ചെയ്തതിനാൽ, അതായത് കോൺട്രാക്ട് ഒക്കെ വെച്ച് അഡ്വാൻസ് വാങ്ങിയ ഒരു ഷോ ആയതിനാൽ പങ്കെടുക്കാൻ നിർവാഹമില്ലാതായി. അതുകൊണ്ട് തന്നെ ആ ഷോയിൽ പങ്കെടുക്കേണ്ടി വന്നു. ബസ്സിൽ പോകുമ്പോൾ അവിടെ ഷോയുമായി ബന്ധപ്പെട്ട് പല യാത്രകൾ ഉണ്ടാകുമല്ലോ. അതിൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ദിലീപ് തന്റെ അടുത്ത് വന്നിട്ട് മഞ്ജു വാര്യരോട് ഞാനും കാവ്യയുമായുള്ള ബന്ധം നിങ്ങൾ തുറന്നു പറഞ്ഞോ, മഞ്ജുവിനോട് പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. പെട്ടെന്നൊന്ന് ഈ ചോദ്യം കേട്ടപ്പോൾ പെട്ടെന്നൊന്ന് സ്റ്റക്കായി എങ്കിൽ പോലും പെട്ടെന്ന് സമയത്ത് വീണ്ടെടുത്ത് അവിടെ വളരെ ഇതായിട്ട് തന്നെ അവർ പറയുകയാണ്, അതായത് ഞാൻ പറയേണ്ടി വന്നു. അതിനുള്ള കാരണമായി പറഞ്ഞത് മഞ്ജുവും സംയുക്തയും അടക്കമുള്ളവർ തന്റെ വീട്ടിൽ വന്നു. അവിടെ എത്തിയപ്പോൾ തെളിവുകൾ അടക്കം കാണിച്ചപ്പോൾ എനിക്ക് മറ്റു കാര്യങ്ങൾ പറയാതിരിക്കാൻ നിർവാഹമില്ലാതായി എന്നുള്ള മറുപടിയാണ് കൊടുത്തത്. അവിടെ കാവ്യയുടെ അമ്മയും ഇതുമായി ബന്ധപ്പെട്ട ബസ്സിൽ ഉണ്ടായിരുന്നു. കാവ്യയുടെ അമ്മയോടും ഈ ചോദ്യം ചോദിച്ചു. കാവ്യയുടെ അമ്മയും പറഞ്ഞു, അതായത്
കാവ്യയുടെ അമ്മയോടും മഞ്ജു സംസാരിച്ചിരുന്നല്ലോ. നമ്മൾ ഇന്നലെ കൃത്യമായി പറഞ്ഞിരുന്നതാണ്. കാവ്യയുടെ അമ്മയും പറഞ്ഞു തനിക്കും ഇത് പറയേണ്ടി വന്നു എന്നുള്ളത്. അപ്പോൾ ദിലീപ് ഇത്തരം കാര്യങ്ങൾ വീണ്ടും പല ഘട്ടങ്ങളിലും ആവർത്തിച്ച് ചോദിക്കുകയുണ്ടായി. അതിനുശേഷം പറഞ്ഞത് മഞ്ജുവിനോട് പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് മാറ്റി പറയണം, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഒന്ന് രണ്ട് സിനിമകളൊക്കെ ചെയ്യാം. സിനിമകൾ ചെയ്താൽ നമ്മൾ തമ്മിൽ സുഹൃത്തുക്കളാണെന്നും നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല എന്നും മഞ്ജുവിന് ബോധ്യപ്പെടും. അതുകൊണ്ട് ഒന്ന് രണ്ട് സിനിമകളിലൊക്കെ നിനക്ക് അവസരം തരാം, അതുകൊണ്ട് മഞ്ജുവിനോട് ഇത്തരം കാര്യങ്ങൾ മാറ്റി പറയണം എന്നും ദിലീപ് പറഞ്ഞു എന്ന് ഈ മൊഴിയുടെ ഭാഗമായി ഉണ്ട്. എന്നിട്ട് മറ്റൊരു കാര്യം പറഞ്ഞത്, അങ്ങനെ മാറ്റി പറഞ്ഞില്ലെങ്കിൽ, എനിക്കൊപ്പം നിന്നില്ലെങ്കിൽ സിനിമയിൽ നിന്ന് പുറത്താക്കും, കാരണം എനിക്കെതിരെ നിൽക്കുന്ന ആരും സിനിമാ രംഗത്ത് വാഴില്ല എന്നുള്ള ഭീഷണി സ്വരത്തിലുള്ള ദിലീപിന്റെ ഒരു സംസാരവും ഈ ഘട്ടത്തിൽ ഉണ്ടായി. അതായത് യൂറോപ്യൻ ട്രിപ്പിന്റെ ഭാഗമായാണ് ഉണ്ടായി എന്ന് ദിലീപ് മൊഴിയായി പറയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നമസ്കാരം കൂട്ടുകാരെ. നടിയെ ആക്രമിച്ച കേസിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരായിട്ട് ശിക്ഷിക്കപ്പെട്ടു. എന്നാൽ 8ാം പ്രതിയായിട്ടുള്ള നടൻ ദിലീപോ, അദ്ദേഹം കുറ്റവിമുക്തനുമായി. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കോടതി വിധിയൊന്നും ആയിരുന്നില്ല. 1700 പേജുള്ള ഒരു വിധി പ്രസ്ഥാനം. ഓരോ ദിവസവും പുതിയ ചോദ്യങ്ങൾ തന്നെയാണ് ഉയർന്നു വരുന്നത്. ഇവിടെ അതിജീവിതയുടെ മൊഴി കോടതി വിശ്വസിച്ചു. പക്ഷെ അതേ മൊഴി ദിലീപിന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് മതിയായില്ല? ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് അതിജീവിതയുടെ മൊഴി കോടതി എങ്ങനെ വിലയിരുത്തി, അതെങ്ങനെ ദിലീപിന് അനുകൂലമായി മാറി എന്നതാണ്. കേസിന്റെ പശ്ചാത്തലം ഏകദേശം നമുക്കറിയാം എന്താണ് സംഭവം എന്നുള്ളത്. ഇവിടെ 2017 ജൂൺ 3-നാണ് അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തുന്നത്. മാനസികമായും ശാരീരികമായിട്ടും തകർന്ന ഒരവസ്ഥ. കോടതി തന്നെ അത് പരാമർശിക്കുന്നുമുണ്ട്. വളരെ സൂക്ഷ്മമായും സമയമെടുത്താണ് ഈ ഒരു മൊഴി രേഖപ്പെടുത്തിയത്. അതിജീവിതയെ പ്രൈം വിറ്റ്നസ് ആക്കിയാണ് കോടതി പരിഗണിച്ചത്. ഇവിടെ ഏറ്റവും നിർണായകമായിട്ടുള്ള മൊഴി എന്ന് പറയുന്നത്, അതായത് അതിജീവിത കോടതിയിൽ പറഞ്ഞ ഏറ്റവും നിർണായകമായിട്ടുള്ള വാചകം, എനിക്ക് ഒരേ ഒരു ശത്രുവാണ് എന്നുള്ളത്. അത് നടൻ ദിലീപ്. സിനിമാ മേഖലയിലോ വ്യക്തിപരമായിട്ടുള്ള മറ്റൊരു ശത്രുവുമില്ല എന്നുള്ളത്. ആക്രമണം നടന്ന നിമിഷം മുതൽ ഇതിന് പിന്നിൽ ദിലീപാണെന്ന് എനിക്ക് ബോധ്യമായിരുന്നു എന്നും അക്രമികൾ പറഞ്ഞ ചില പരാമർശങ്ങളാണ് ഈ ഒരു സംശയം ശക്തമായത് എന്നായിരുന്നു മൊഴി. ഇവിടെയാണ് ഗൂഢാലോചന എന്നുള്ള വാക്ക് ആ ഒരു കേസിലേക്ക് പോകുന്നത്. ഇവിടെ അതിജീവിതയുടെ മൊഴിയിൽ തന്നെ ദിലീപിനോടൊപ്പമുള്ള 7-8 സിനിമകളെ കുറിച്ചും വളരെ അടുത്ത സൗഹൃദമായിരുന്നു എന്നുള്ളതും, അതുപോലെ കാവ്യ മാധവനും ദിലീപും തമ്മിലുള്ള ആ ഒരു ബന്ധം, ഇതെല്ലാം ആ മൊഴിയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന ഒരു രഹസ്യമാണ് 2011 അമേരിക്കൻ സ്റ്റേജ് ഷോ. ഒരേ മുറി ബാത്റൂമിൽ കയറി വാതിലടയ്ക്കുന്ന ദൃശ്യങ്ങൾ കോടതി രേഖകളിൽ വ്യക്തമായിട്ട് ഇത് പരാമർശിക്കുന്നുണ്ട്. ഇവിടെ ഏറ്റവും ഒരു വഴിത്തിരിവായിട്ടുള്ള ഒരു മൊഴി എന്ന് പറയുന്നത് മഞ്ജു വാര്യരുടേതായിരുന്നു. മഞ്ജു വാര്യരും സംയുക്ത വർമ്മയും അതിജീവിതയുടെ വീട്ടിലെത്തുകയും കാവ്യ മാധവൻ അയച്ച ആ മെസ്സേജുകൾ കാണിക്കുകയും ആദ്യഘട്ടത്തിൽ അതിജീവിത ആ ഒരു മൊഴി പറയാൻ മടിച്ചു. പിന്നെ അച്ഛന്റെ നിർബന്ധ പ്രകാരമാണ് എല്ലാം തുറന്നു പറഞ്ഞത്. ഇതിനുശേഷം ദിലീപിന്റെ പെരുമാറ്റത്തിൽ മാറ്റം സംഭവിച്ചതും ഇതെല്ലാം ആ മൊഴിയിൽ വളരെ കൃത്യമായിട്ട് തന്നെ അതിജീവിത രേഖപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷമായിരുന്നു ഒരു യൂറോപ്യൻ ട്രിപ്പ് ഉണ്ടായിരുന്നു. ആ ട്രിപ്പിലായിരുന്നു നിരന്തരമായിട്ടുള്ള ഭീഷണികൾ വന്നത് എന്നായിരുന്നു അതിജീവിത പറഞ്ഞത്. അതിലെ മഞ്ജുവിനോട് പറഞ്ഞ കാര്യങ്ങൾ മാറ്റി പറയണം, അതുമാത്രവുമല്ല എനിക്കെതിരായിട്ട് നിൽക്കുന്നവരെ സിനിമയിൽ വാഴില്ല എന്ന് വരെയുള്ള ത്രെറ്റനിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇതൊക്കെ നേരിട്ടുള്ള ഒരു ഭീഷണിയാണെന്നുള്ളത് തന്നെയാണ് അതിജീവിത മൊഴി നൽകുന്നത്. ഇനി ഏറ്റവും വലിയ ചോദ്യമാണ്, എങ്കിൽ എന്തുകൊണ്ടാണ് ദിലീപ് കുറ്റവിമുക്തനായത്? ഇത്രയേറെ ഉറപ്പുള്ള മൊഴികൾ ഉണ്ടായിരുന്നിട്ട് കൂടി എന്തുകൊണ്ട്, അതായത് അതിജീവിത നേരിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്, എന്നിട്ടും ദിലീപ് കുറ്റവിമുക്തനായി? എന്താണ് അതിനുള്ള കാരണം? കാരണം കോടതി പറഞ്ഞത് എന്താണ്? ഗൂഢാലോചന തെളിയിക്കാനുള്ള ഒരു തെളിവും അവരുടെ കയ്യിലില്ല. അതിജീവിതയുടെ മൊഴി ശക്തമാണ്, വിശ്വാസയോഗ്യമാണ്. പക്ഷെ അത് മാത്രം മതിയാകില്ല. അതിനെ സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസ് ചെയിന് കംപ്ലീറ്റ് അല്ല എന്നായിരുന്നു കോടതി ഇവിടെ പറഞ്ഞത്. അതായത് ഈ ഒരു സസ്പീഷൻ എത്രത്തോളം സ്ട്രോങ് ആണെങ്കിലും അതിനെ ഒരു ഒരു തെളിവില്ല, അതിനെ തെളിയിക്കാനുള്ള ഒരു തെളിവുകളില്ല, മതിയായിട്ടുള്ള ഒരു പ്രൂഫ് ഇല്ല എന്നായിരുന്നു കോടതി പറഞ്ഞത്. ഇവിടെയാണ് സമൂഹത്തിന്റെ ഒരു ചോദ്യം. അതിജീവിതയുടെ മൊഴി കുറ്റക്കാർക്ക് മതിയായപ്പോൾ എന്തുകൊണ്ട് ദിലീപിന് അത് പോരാ എന്നുള്ള ഒരു ചോദ്യം. ശക്തനായിട്ടുള്ള പ്രതികൾക്ക് നിയമം വേറെയാണോ? ഇത് നിയമത്തിന്റെ പരാജയമാണോ? അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ വീഴ്ചയാണോ? ഇത്തരം ചോദ്യങ്ങൾ തന്നെയാണ് സമൂഹത്തിനിടയിൽ ഉണ്ടാകുന്നത്. ഇത് ദിലീപിന്റെ വിജയം മാത്രമല്ല, നിയമത്തിന്റെ ഒരു പരിമിതിയുടെയും കഥയാണ്. കോടതി പറഞ്ഞത് ഇതാണ്: സംഭവം നടന്നു, സ്ഥിരീകരിച്ചു, അതിജീവിത സത്യസന്ധയാണ്, അതും അംഗീകരിച്ചു. പക്ഷെ ഗൂഢാലോചന തെളിയിച്ചില്ല, അതുകൊണ്ട് കുറ്റവിമുക്തി. ഇനി ഇവിടെ നീതി കിട്ടിയോ എന്ന് ചോദിച്ചാൽ നിയമപരമായിട്ട് കോടതി പറഞ്ഞത് ശരി, മാനസികമായിട്ട് പലർക്കും അത് സംശയം. ഒരു കാര്യം ഉറപ്പാണ്, അതിജീവിതയുടെ ശബ്ദം ചരിത്രത്തിലേക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നു. സത്യം പറയാൻ ധൈര്യം കാണിച്ച സ്ത്രീയെ മറക്കാൻ കഴിയില്ല എന്നും നിയമം തെളിവ് ചോദിക്കും. പക്ഷെ സമൂഹം ചോദിക്കേണ്ടത്, ഇനി ഒരാളും ഇങ്ങനെ ഒറ്റപ്പെടാതിരിക്കാൻ എന്ത് മാറ്റമാണ് വേണ്ടത് എന്നുള്ളത്. ഈ ഒരു കേസ് നമ്മോട് തന്നെ ഒരു കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കോടതി സത്യം നിഷേധിച്ചില്ല, അതിജീവിതയുടെ മൊഴിയും തള്ളിയിട്ടില്ല.
സംഭവം നടന്നില്ല എന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ കോടതി പറഞ്ഞു ഇതിന്റെ പിന്നിൽ ഒരാളെ നിയമപരമായിട്ട് കുറ്റക്കാരനാക്കാൻ ആവശ്യമായിട്ടുള്ള തെളിവുകളില്ല എന്നുള്ളത്. ഇതാണ് ഈ വിധിയുടെ ഏറ്റവും കഠിനമായിട്ടുള്ള യാഥാർത്ഥ്യം. ഇതൊരാളുടെ ജയമോ തോൽവിയോ മാത്രമല്ല, ഒരു സിസ്റ്റത്തിന്റെ പരിമിതിയാണ്. അതിജീവിതയുടെ വാക്കുകൾ ചരിത്രത്തിലേക്ക് രേഖപ്പെട്ടു. എന്നാൽ ആ വാക്കുകൾ നിയമത്തിന്റെ ശിക്ഷയാകാൻ മതിയാവില്ല. ഇവിടെയാണ് നീതിയും നിയമവും രണ്ടായിട്ട് പിരിയുന്നത്. ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നതും ആരെയെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയല്ല, ആരെയെങ്കിലും കുറ്റപ്പെടുത്താനും വേണ്ടിയിട്ടുമല്ല. ഒരു ചോദ്യം അത് തുറന്നു വെച്ച് തന്നെയാണ്. നാളെ മറ്റൊരു അതിജീവിത ധൈര്യം കാണിച്ചു മുന്നോട്ട് വന്നാൽ നമ്മുടെ സിസ്റ്റം അവളുടെ സത്യത്തെ ശിക്ഷയാക്കി മാറ്റാൻ തയ്യാറാണോ? അല്ലെങ്കിൽ സത്യം വീണ്ടും വാക്കുകളായിട്ട് മാത്രം അടച്ചു പൂട്ടപ്പെടും? ഇത് ദിലീപിന്റെ കേസ് മാത്രമല്ല, ഇത് നമ്മുടെ നീതി സംവിധാനത്തിന്റെ ഒരു പരീക്ഷയാണ്. ചിന്തിക്കുക, ചോദ്യം ചെയ്യുക, ഒരിക്കലും മൗനം പാലിക്കരുത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. ചർച്ച തുടരാം. നന്ദി.